കാർ ഓടിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ആണ് ആവശ്യം. സുലു സുലു ബ്രേക്ക് 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 ബെസ്റ്റ് സ്റ്റുഡന്റ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ചിലാണോ ചവിട്ടുന്നത്? നാളെ 100 രൂപ ഫൈൻ കൊണ്ടുവരണം. ഓക്കെ? ബാക്ക് നോക്കണം. മുമ്പ് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും പറ്റോടെ തെണ്ടി സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പെട്ടെന്ന് ചാടി ഇറങ്ങി ഉടനെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയാശാനെ. ഞങ്ങൾക്ക് ഓഫീസിൽ പോയാലതാ. ഇതിന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതാണ് അവസരം. ബാക്കി നീ പഠിപ്പിച്ചു കൊടുക്കുക. ഈ മെന്റാലിറ്റി ആശാന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ക്ലാസ് വരില്ലായിരുന്നു. ആശാനെ, ആ സെക്രട്ടേറിയറ്റിലെ മാഡത്തിന് ഇപ്പോഴും ഫസ്റ്റ് വീഴുന്നില്ല. വീഴാത്തേക്ക് ഞാൻ വീഴ്ത്തിക്കൊള്ളാം. അങ്ങനെ എന്നാ ഞാൻ റിവൈസ് എടുക്കുന്നു. സുലു സുലു സുലു. എന്നാലും എന്റെ സുലു, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ പൊക്കളഞ്ഞ. നീ പോയതോടെ എന്റെ കാര്യമല്ല അവതാളത്തിലായി. ഇപ്പൊ മുട്ടയില്ല, പാലുമില്ല. കണ്ടില്ലേ എന്റെ ഒരു കോലം? ആപ്പിള് പോലെ ഇരുന്ന ഞാനിപ്പോ മാങ്ങേണ്ടി പോലെ ആയി. ശരിയാ ചേട്ടൻ, ശരിക്കും അങ്ങ് ഉണങ്ങിപ്പോയി. സുലു പിടിവാശികളാ. നീ എങ്ങനെങ്കിലും അങ്ങോട്ട് തിരിച്ചു വാ. ആ നശിച്ച പിള്ളേർ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടില്ല. നീ ആ കാല് പോയ ക്യാപ്റ്റന്റെ വീട്ടിലല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അങ്ങോട്ടൊന്നും പറയല്ലേ. അങ്ങനെ ഭയങ്കര ചൂടനാ. പരിചയമില്ലാത്ത ആരെ കണ്ടാലും അപ്പ വെടി വയ്ക്കും. അപ്പം ഞാൻ നിനക്ക് എങ്ങനെയാണ് തരിക? എന്താ ചേട്ടാ? കഴിഞ്ഞ മാസം CC അടയ്ക്കാനുള്ള പണം കൊണ്ട് നിനക്ക് ഞാനൊരു പൊന്നരിഞ്ഞാണം മേടിച്ചു വെച്ചിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നേരാണോ ചേട്ടാ? എന്നാ ഞാൻ പണിയൊക്കെ തീർത്ത പത്തരമാറ്റ തങ്കം. അയ്യോ എന്റെ അടുക്കള പണിയൊക്കെ തീർത്ത് രാത്രി 8 മണിക്ക് ഞാൻ അങ്ങോട്ട് വരാം. മറക്കണ്ട, രാത്രി 8 മണി ഞാൻ കാത്തിരിക്കും. എന്റെ CC ദൈവങ്ങളെ, വേഗം ഒന്ന് രാത്രി 8 മണിയാക്കിത്താ. സോറി മക്കളെ, അങ്കിൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. മക്കൾസ് നമസ്കാരം. പറഞ്ഞ പോലെ 3 ബിരിയാണി കൊണ്ട് വന്നിട്ടുണ്ടേ. 1 2 3 തിന്നോണ്ട് കളിച്ചാട്ടെ. 3 ബിരിയാണി ഉള്ളൂ? 3 പേർക്ക് പിന്നെ 3 ബിരിയാണി അല്ലാതെ 2 3 മീശ വെച്ച മില്ലേനിയം പെണ്ണു. അപ്പൊ 4 ഉണ്ടല്ലോ. അതേടോ, ഞങ്ങൾ 4 പേരുണ്ട്. അതെന്താ 3 പേര് എന്നോട് പറഞ്ഞത്? അല്ല, ഞങ്ങൾ 4 പേരാ. ഷണ്ണോങ്ങളെ തെറ്റിയതായിരിക്കും. എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത്. ചിലപ്പോ ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് പോയി കാണും. എന്നാലും എനിക്ക് തെറ്റിയിട്ടില്ല. തൽക്കാലം ഒരു ബിരിയാണിയും കൂടെ പോയി വാങ്ങിച്ചോണ്ടോ. അതിന് പൈസ കോളംസിന്റെ ഡയമെൻഷൻസിലൊന്നും മാറ്റം വരുത്തില്ല. സ്റ്റിക്ക് ഓൺ ടു ദ ഡ്രോയിങ്. ബാക്കി ബെന്നി നോക്കി ചെയ്താൽ മതി. ഇൻസ്പെക്ഷനിൽ ഞാനത് മാനേജ് ചെയ്തോളാം. ക്ലബിലൊരു പാർട്ടി ഉണ്ട്. മോള് വരുന്നോടി. ആ ബെന്നി, ഞാൻ ഇന്നത്തെ നേരത്തെ പോവാതിരിക്കാൻ പറ്റില്ല. ഉള്ള ഡ്രിങ്ക്സ് എല്ലാം വലിച്ചേറ്റിട്ട് അങ്ങ് വന്നേക്കരുത്. നോ, ഓൺലി യൂഷ്വൽ കോട്ട. തന്നെ ഇവിടെ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വരട്ടെ? ഓക്കെ. റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഓ അറിയില്ല. ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോയാലോ? ഞാനില്ല. എന്നാ ബെന്നി എന്റെ വീട്ടിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി നാൻസി, വീട്ടിലെ കുട്ടികൾ തനിച്ചാണ്. അങ്ങനെയാ ഞാൻ ബെന്നിയുടെ വീട്ടിലേക്ക് വരാം. അയ്യോ അത് വേണ്ട. കുട്ടികൾ എന്ത് വിചാരിക്കും? കുട്ടികള്. ഞാൻ രാത്രി 8 മണിക്ക് ബെന്നിയുടെ വീട്ടിൽ വരും. ഓക്കെ, ബൈ. നാൻസി, ഇത് ഞാൻ പറയട്ടെ ഒന്ന്. അത് നോ, രാത്രി 8 മണി. താൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തോ? കൊടുത്തു. പക്ഷെ ഒരു സംശയം, താൻ എന്റെ അടുത്ത് എത്ര ബിരിയാണി ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞു? 3. ആണല്ലോ. അപ്പൊ ഞാൻ സംശയം തരുന്നു. പോയി 4 പേർക്ക് 3 ബിരിയാണിയാ. ഇതെവിടെ ശരിയാവും? 4 പേരോ? അതെ 4. 4 അല്ല 3. 4 ഒന്ന് പോടാ 3. 4ാമതൊരു ബിരിയാണി കൂടെ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടാ വരണേ. അത് ശരി. അപ്പൊ അതാണ് കാര്യം. അടിക്കാൻ കാശ് വേണം. അങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട. എപ്പോഴും ഒരു ക്വാർട്ടറിന്റെ ഗോഡൌണിൽ സ്റ്റോക്കാ. ഷൺമുഖനാ. 6 മുഖവും 12 കണ്ണും തെറ്റത്തില്ല. അവിടെ 4 പേരുണ്ടായിരുന്നു. 3 കുട്ടികളും പിന്നെ മീശയുള്ളൊരു വലിയ കുട്ടിയും. മീശയുള്ള വലിയ കുട്ടിയല്ലേ? ഓ അത് ശരി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അതാണ് ക്വാർട്ടർ ഷൺമുഖം. 6 മുഖവും 12 കണ്ണും. ഇനി എനിക്ക് തരാനുള്ള പിടിച്ചോ.
അയ്യോ എന്റെ അപ്പോ അയ്യോ പൊങ്ങി പോലെ ഇതാണ് ചാച്ചന്റെ കുട്ടികൾ. മറ്റു കുട്ടികളൊക്കെ ഇത് കണ്ട് പഠിക്കണം. മതി, ഇന്ന് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. നിർത്തു. ഓ ശരി. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ചാച്ചന് ഇപ്പൊ പറയാൻ പോകുന്നത്. അത് കേട്ടാ നിങ്ങൾ തുള്ളിച്ചാടും. ബാബാ പെട്ടെന്ന് റെഡിയാ. നമ്മൾ ഇന്ന് മോഹൻലാലിന്റെ സിനിമ കാണാൻ പോകുന്നു. എന്താ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? വേഗം റെഡിയാകും. ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഞങ്ങൾ വരുന്നില്ല. അതെന്താ? സിനിമ കണ്ടാ കണ്ണു ചീത്തയാവും. ആര് പറഞ്ഞു? ടീച്ചറ്, ശ്യാമില ടീച്ചറ്. ഒരു സിനിമ കണ്ടെന്ന് പറഞ്ഞു കണ്ണൊന്നും ചീത്തയാൻ പാടില്ല. ചാച്ചാ തന്നെയല്ല ഉറക്കൊഴിഞ്ഞാ തലവേദന എടുക്കും. അധികം പഠിച്ചാലും തലവേദന എടുക്കും. ഇന്ന് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. വേഗം പോയി വല്ലതും കഴിച്ച് കൃത്യം 8 മണിക്ക് മുമ്പ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക. ചെല്ലോ പോ. താണിതങ്ങോട്ടോ ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പന്തളം വരെ ഒന്ന് പോണം. നാട്ടിലെന്താ വിശേഷം? എന്റെ വകയിലൊരു അമ്മാവന്റെ CC അടഞ്ഞെന്നാണ് തോന്നുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ഒരു സ്പെഷ്യൽ വണ്ടി വരും. അതിലെനിക്ക് പന്തളത്തെത്തണം. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ശരി, താൻ ചെല്ല്. കരയിലെ എല്ലാം ശരിയാണ്. ജീവിതമല്ലേ. തട്ടി ശബ്ദമുണ്ടാക്കിയ ബെന്നി എങ്ങാനും ഉണർന്നാലോ? ഭാഗ്യത്തിന് കറണ്ടും പോയി. നീങ്ങി വാ. ബെന്നി പേടിച്ചോ? നാൻസി, നീ ഇങ്ങനെ ഇതിനകത്ത് കയറി? ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നിലെ കഥവും തുറന്നു എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ട്. അല്ല കള്ളൻ. 8 മണിക്ക് ലൈറ്റ് ഇല്ലാത്ത വീടോ? ഇന്നത്തെ മോഷണം ഇവിടെ തന്നെ ആയേക്കാം. പറഞ്ഞ 12 തലയാ, 6 കണ്ണ്. തെറ്റത്തില്ല. ഒന്ന് 2 3 4 തെറ്റില്ല. എനിക്ക് തെറ്റത്തില്ല. മീശ വെച്ചത് ഇത് ഞാൻ പിടിക്കും, പിടിച്ചു പൂട്ടും. കത്രിക പൂട്ടിട്ട് പൂട്ടി ഞാൻ. ഹൗസ് ഓണറെ ഫിറ്റ. ഇന്ന് പൂന്ത് വിളയാടാ. തുറന്നു കിടക്കല്ലേ. ഒരുപാട് മുറികളുണ്ടല്ലേ. വടക്കോട്ട് പോവാ. അങ്ങോട്ട് പോവാ. ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചു അരഞ്ഞാണം. ഇത് എത്ര പാവം വരും ചേട്ടാ? അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇതെനിക്ക് എത്തത്തില്ലല്ലോ. എത്തുന്നില്ലേ? ഇല്ലെന്നേ. എന്നാലും ഇത് മാലയാക്കിട്ടോ. ചേട്ടന്റെ ഒരു ഐഡിയ. ബെന്നി, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ഗോ. നോ ബെന്നി. കുട്ടികൾ എങ്ങനെ ഉണർന്ന? കുട്ടികൾ കം ഓൺ. അല്ല ഞാൻ നാൻസി പ്ലീസ് വിട്. നോ ബെന്നി. 3 ആണോ 4 ആണോ ഇപ്പൊ അറിയാം. കണ്ടുപിടിച്ചിട്ട് എന്റെ കാര്യം. കാലി 1 2 3 4 തലയിൽ നോക്കാം. ഉണ്ണിയേട്ടാ, ഇനി എനിക്ക് എന്തൊക്കെ വാങ്ങിത്തരും? എനക്ക് എന്തൊക്കെ വേണോ അത് ഞാൻ മേടിച്ചു തരും. കണ്ടുപിടിച്ചേ. അവരെന്നെ കണ്ടോ? കണ്ടോ?
അരയും പോയി അരഞ്ഞാനും പോയി അവളാരോ കൊണ്ടും പോയി ഇനി പന്തളം തന്നെ ശരണം. ദൈവമേ, എല്ലാം കുളമാവും. വേണ്ട, ഞാൻ കേറില്ല. അല്പനേരം കേറകത്ത്. ആരാ അവിടെ? എന്താ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് എടീ മീശ വറപ്പിച്ച് കാണിക്കാൻ നീ ആരടി ബില്ലടിച്ചാൻ പാട്ടുകാരിയാ വിരള് വിരളയോ നാൻസി, ഞാൻ കണ്ടുപിടിച്ചേ നാലാമത്തെ പൊതി ആര് തിന്നത് ഞാൻ കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചു അവളിനകത്തുണ്ട് ഇല്ല ഇതിനകത്തില്ല. സത്യമായിട്ട് ഇതിനകത്തില്ല. അതിനകത്ത്. അപ്പൊ ഉണ്ട് ഇല്ല അയ്യോ, ഇതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞില്ല. ഇല്ല ഉണ്ട് അതിനകത്ത് ചെന്ന് നോക്ക്. അവിടെ ഇല്ല അവിടെ ഇല്ലേ? എങ്കിൽ ഇവിടെ കാണും. അവിടെ ഇല്ലേ? എനിക്കറിഞ്ഞോ സത്യമായിട്ട് അവിടെ. അയ്യോ, അവിടെ ഇല്ല. സത്യമായിട്ടില്ല. അയ്യോ, സോറി അവൾ അതിനകത്തില്ല അതിനകത്തില്ല. തന്റെ അടുത്ത് അപ്പഴ പറഞ്ഞല്ലോ ഇതിനകത്തൊന്നും ഇല്ലെന്ന്. വിശ്വാസം ഇല്ലെങ്കിൽ ഇതിനകത്തും കൂടെ നോക്ക്. ഇത് പിന്നെ എന്തോ എന്നെ നിക്കറ നിക്കൽ പയ്യ ഷേപ്പില്ല എന്നാ പിന്നെ ഒന്ന് ഇട്ട് ഇതാരാ? ഇതാണ് നാലാമത്തെ മീശ വെച്ച പെണ്ണ്. ഇപ്പൊ ബോധ്യമായ എനിക്കാണോ തനിക്കാണോ തെറ്റിയതെന്ന്? അതെന്തിന്? ഇത് നേരത്തെ പറയാത്ത അത് ഞാൻ കണ്ടുപിടിക്കണ്ടേ? ഇതെന്തിന്? ഇതിപ്പൊ പറഞ്ഞു ഇറങ്ങി പോണോ? നിക്ക്, ആ നാലാമത്തെ ബിരിയാണിയുടെ പൈസ എവിടെ? നീ ആരാടി? ഇറങ്ങടി പുറത്ത്. ഇവളാരാ? ചോദിച്ചു കേട്ടില്ലേ ഇവളാരാന്ന്? ഞങ്ങള് വഴി വെച്ച് കണ്ടതാ. അത് മിണ്ടി പോകരുത്. ഞാൻ ഇവരാണോ ചോദിച്ചത്? വഴി കണ്ടവരൊക്കെ വിളിച്ചു കയറ്റാ. നിങ്ങളോട് ആരാ പറഞ്ഞ? ചേച്ചി ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചതാ. ചേച്ചിയുടെ പേഴ്സ് കളഞ്ഞു പോയതുണ്ടാ. ഇവർക്ക് എന്തിനാ ഐസ്ക്രീം വാങ്ങി കൊടുത്തേ? അത് ഞാൻ ഒരാളെ തിരക്കി വരുമ്പോഴേ കുട്ടികളെ അതിന് ഇവിടെ എന്തിനാ കയറി വന്നേ? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ഇപ്പൊ പോലീസിനെ അറിയിക്കും. കുട്ടികളെ മയക്ക് വീട്ടിൽ കയറിയിട്ട് ഇറങ്ങണ്ടേ ഇവിടുന്ന്? ഒന്നും പറയണ്ട. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങണം. അല്ല ഞാൻ ചേച്ചിയുടെ പേഴ്സ് കളഞ്ഞു പോയപ്പോ ചാച്ചന്റെ പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞ ചേച്ചി വന്നത് അല്ലേ ചേച്ചി? ആ മതി, കരച്ചിൽ നിർത്ത്. പെണ്ണായതുകൊണ്ട് ഞാനിപ്പോ ഒരു അളവ് ചെയ്യാം. നാളെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കെട്ടിയെടുത്തോണം. പിള്ളേര് പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്ത. എനിക്ക് ബെന്നിയോട് പേര് വിളിക്കുന്ന നീ ഒന്നും പറയാൻ വേണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട. ആരോട് ചോദിച്ചിട്ട് എന്നെ ഷർട്ട് എടുത്തിട്ട് ചെല്ല അകത്തേന്ന് മറപ്പോ. നിക്കവിടെ. നിന്നോടല്ല, നീ അകത്ത് പോടി. നിങ്ങളെ ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി. അവന്മാരുടെ പോടാ.